തമിഴ്നാട്ടിൽ ബി.ജെ.പി 20 സീറ്റുകളിൽ മത്സരിക്കും. ചരിത്രത്തിൽ ആദ്യമായാണ് തമിഴ്നാട്ടിൽ ബി.ജെ.പി ഇത്രയധികം സീറ്റുകളിൽ മത്സരിക്കുന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എന്താണ് വിശദാംശങ്ങൾ? തമിഴ്നാട്ടിൽ ഇക്കുറി ബി.ജെ.പി 20 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ബി.ജെ.പി ഇത്രയധികം സീറ്റുകളിൽ മത്സരിക്കുന്നത്. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, എന്താണ് വിശദാംശങ്ങൾ? ദൃശ്യ, തമിഴ്നാട്ടിൽ 20 സീറ്റുകളിൽ ബി.ജെ.പി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമിഴ്നാട്ടിൽ എൻ.ഡി.എയുടെ സീറ്റ് ധാരണകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഡൽഹിയിലും ചെന്നൈയും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടായിരുന്നു. 39 ലോക്സഭാ മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. ഇതിൽ ഭൂരിപക്ഷം സീറ്റുകളിലും ഇപ്പോൾ എൻ.ഡി.എക്കകത്ത് ബി.ജെ.പി ആണ് മത്സരിക്കുന്നത്. 20 സീറ്റുകളിൽ ബി.ജെ.പി മത്സരിക്കും. നേരത്തെ 10 സീറ്റുകൾ പട്ടാളി മക്കൾ കക്ഷിക്ക് നൽകിയിരുന്നു. അൻപുമണി രാമദാസിന്റെ PMKയും ബി.ജെ.പിയും തമ്മിൽ സീറ്റ് ധാരണയായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. അൻപുമണി രാമദാസിന്റെ PMK 2014 മുതൽ എൻ.ഡി.എയുടെ ഭാഗമാണ് ദേശീയ തലത്തിലെങ്കിലും തമിഴ്നാട്ടിൽ ബി.ജെ.പിക്കൊപ്പം നിന്നല്ല തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിരുന്നത്. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കൊപ്പം വണ്ണിയാർ സമുദായത്തിൽ നിർണായക സ്വാധീനമുള്ള PMK കൂടി എത്തുന്നു എന്നത് എൻ.ഡി.എക്ക് തമിഴ്നാട്ടിൽ കരുത്ത് പകരുന്നതാണ്. ഒപ്പം ബി.ജെ.പി മറ്റു ചില ചെറുകക്ഷികളെ കൂടി തമിഴ്നാട്ടിൽ കൂടെ നിർത്തുന്നുണ്ട്. അങ്ങനെ 39 സീറ്റുകളിലും മത്സരിക്കാനാണ് എൻ.ഡി.എ ലക്ഷ്യമിടുന്നത്. ഇത്തവണ ദക്ഷിണ ഭാരതത്തിൽ നിന്നും കൂടുതൽ സീറ്റുകൾ ബി.ജെ.പി ലക്ഷ്യമിടുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലാണ് ബി.ജെ.പിക്ക് വലിയൊരു തരംഗം ദക്ഷിണ ഭാരതത്തിൽ ഉണ്ടായത്. കൂടാതെ തെലങ്കാനയിൽ 4 സീറ്റുകൾ വിജയിച്ചതൊഴിച്ചാൽ കേരളം, അതോടൊപ്പം തന്നെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്, കേരളം, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടി കൂടുതൽ സീറ്റുകൾ നേടി അത് ലോക്സഭയിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബി.ജെ.പി മുന്നോട്ട് പോകുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ ഇപ്പോൾ എൻ.ഡി.എക്കകത്ത് മത്സരിക്കുന്ന മുന്നണികളുടെ സീറ്റുകൾ സംബന്ധിച്ച് ഏകദേശ ധാരണയായി കഴിഞ്ഞു. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.